ഉത്തർപ്രദേശിൽ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പടിഞ്ഞാറൻ യു.പിയിൽ 19,100 കോടിയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ബി.ജെ.പിയുടെ ഡബിൾ എഞ്ചിൻ സർക്കാർ യു.പിയുടെ സാമ്പത്തിക പുരോഗതി സാധ്യമാക്കിയെന്ന് മോദി പറഞ്ഞു. 5 ലക്ഷം പേർ പങ്കെടുക്കുന്ന മഹാറാലിയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ബുലന്ദ്ഷഹറിൽ യു.പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പം മോദി റോഡ് ഷോയിൽ പങ്കെടുത്തു. ബി.ജെ.പിയുടെ ചലോ അയോധ്യ ക്യാമ്പയിനും തുടക്കമായി. നോബിൾ മാരിക്കാരൻ ചേരുന്ന വിവരങ്ങളുമായി. നോബിൾ, അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് പിന്നാലെ ഉത്തർപ്രദേശിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒരു ശക്തി പ്രകടനമായി മാറി ഈ റാലി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ റാലി അവസാനിച്ചിട്ടുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി പറഞ്ഞത്? വിനിത, ഉത്തർപ്രദേശിൽ ബി.ജെ.പിയുടെ ശക്തിപ്രകടനം തന്നെയായിരുന്നു ഇന്നത്തെ പരിപാടി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബുലന്ദ്ഷഹറിൽ 5 ലക്ഷം ആളുകളെ അണിനിരത്തിയ മഹാറാലിയാണ് ഇന്ന് നടന്നത്. അതിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നിപ്പോൾ അഭിസംബോധന സംസാരിച്ചത്. ഉത്തർപ്രദേശിനെ മുൻകാല സർക്കാരുകൾ അവഗണിക്കുകയായിരുന്നു എന്ന ഗുരുതര ആരോപണം പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചു. വികസനം എന്ന് പലതും പറഞ്ഞെങ്കിലും പക്ഷേ നേട്ടം ചില കുടുംബങ്ങൾക്ക് മാത്രമാണ് ഉണ്ടായത് എന്ന വിമർശനം പരോക്ഷമായി തന്നെ ഗാന്ധി കുടുംബത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നും പറഞ്ഞത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തൻ്റെ സേവനം ജനങ്ങൾക്ക് വേണ്ടിയാണ്, തൻ്റെ അവസാന ശ്വാസം വരെ താൻ ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്തും എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. 2044 ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക എന്നതാണ് അടുത്ത ലക്ഷ്യം. അതുമായി വേണ്ടപ്പെട്ട പ്രവർത്തനങ്ങളാണ് താൻ ഉള്ളത് എന്നും പ്രധാനമന്ത്രി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. തൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതലും കർഷകർക്ക് വേണ്ടി ഉള്ളതായിരുന്നു. പലയിടത്തും വിവിധ പദ്ധതികൾ കർഷകർക്കായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ഉദാഹരണമായി അദ്ദേഹം പറഞ്ഞത് യൂറിയയുടെ വില ഇവിടെ 300 രൂപ മാത്രമാണ് ഉള്ളത്. രാജ്യത്തിന് പുറത്ത് പലയിടത്തും യൂറിയ 3000 രൂപയ്ക്കാണ് കർഷകർ വാങ്ങുന്നത്. അത്രയധികം ലളിതമായ രീതിയിൽ കാര്യങ്ങൾ കർഷകർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞു എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിൻ്റെ വികസനം എന്ന് പറയുന്നത് അത് ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ ബലമാണ് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കി. അത്തരത്തിൽ റോഡുകൾ, ഒപ്പം വിമാനത്താവളങ്ങൾ, അത്തരത്തിൽ നിരവധി വികസന പദ്ധതികൾ ഉത്തർപ്രദേശിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമായും നഗരവികസനം, മെട്രോ കണക്ടിവിറ്റി അടക്കമുള്ള വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു പ്രധാനമന്ത്രി പ്രസംഗം എന്നും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്നിപ്പോൾ ബുലന്ദ്ഷഹറിലാണ് ഈ പരിപാടി നടന്നത്. പടിഞ്ഞാറൻ യു.പിയിലെ 14 മണ്ഡലങ്ങളാണ് ഉള്ളത്. അവിടെ കഴിഞ്ഞ തവണ ബി.ജെ.പിക്ക് 8 എണ്ണം മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. പടിഞ്ഞാറൻ യു.പി പൂർണ്ണമായും തുറച്ചു വാരുക, അത്തരത്തിൽ പൂർണ്ണമായും തങ്ങൾക്കൊപ്പം നിർത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഇന്നത്തെ പരിപാടി സംഘടിപ്പിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അയോധ്യ അടക്കമുള്ള വിഷയങ്ങൾ നേരത്തെ തന്നെ ബി.ജെ.പി അവിടെ പ്രചാരണം ആരംഭിച്ചിരുന്നു. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി കൂടി സംസ്ഥാനത്തെത്തി പ്രചാരണം നടത്തിയതോടെ എന്താണെങ്കിലും പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഉത്തർപ്രദേശ് മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പടിഞ്ഞാറൻ യു.പിയിലെ മുഴുവൻ സീറ്റുകളിലും വിജയം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇത്തരത്തിൽ ഒരു പരിപാടി നടത്തുകയും അതൊരു വലിയ ശക്തിപ്രകടനമാക്കി മാറ്റുകയും ചെയ്തത്. വിനീത, ശരി, നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.